ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 8th ചാപ്റ്റർ ആയിരുന്നു കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനുള്ളിൽ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. അതായത് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തന്നെന്ന് വിചാരിക്കുക, x² + 1 = 0. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x² = -1 എന്നാണ് നമുക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു, നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിനുള്ളിൽ i എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √−1 എന്നായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇപ്പോൾ √−4 അല്ലെങ്കിൽ √−7 എന്നൊക്കെ തരുവാണെങ്കിൽ അതിനെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ √−4 എന്ന് പറയുവാണെങ്കിൽ എന്താ, √4 × -1 നമ്മൾ കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ √4 നമുക്കറിയാം എന്താ വരിക, 2 എന്ന് വരും. √−1 നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമ്മളിപ്പോൾ പഠിച്ച പുതിയ വാല്യൂ ആയിട്ടുള്ള i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ √−4 എന്ന് പറയുന്നത് എന്തായി മാറും, 2i എന്നായിട്ട് മാറും. അതുപോലെ നമ്മൾ പറഞ്ഞു √−7ൻ്റെ കേസ്. അപ്പോൾ √−7 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, √7 × -1 എന്ന് കൊടുക്കും. അപ്പോൾ √7 നമുക്കറിയില്ല, അത് അവിടെ തന്നെ വെച്ചു. പക്ഷേ നമുക്ക് √−1 അറിയാം, എന്താണ് i. അപ്പോൾ √−7 ഉള്ളത് എന്തായി മാറും, √7i എന്നായിട്ട് ചേഞ്ച് ആവും. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എനി നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം a + bi where a, b are real numbers and i equal to √−1 is called as complex numbers. അതായത് നമ്മൾ പറഞ്ഞു a + bi എന്ന് പറയുന്ന ഏതൊരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പറിൻ്റെ ഉള്ളിലും എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ i എന്ന് പറയുന്നത് എന്താണ്, √−1 ആണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ഇൻ്റഗ്രൽസ് ഓഫ് പവർ i പറഞ്ഞു. അതായത് i², i³ i⁴, i⁵, i⁸ ഇതൊക്കെ വരുമ്പം നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആയിട്ടുള്ള ഐയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു i² എന്ന് പറയുവാണെങ്കിൽ അതെന്താണ്, -1 ആണ്. i³ എന്ന് പറഞ്ഞ് വരുമ്പോൾ അതെന്തായി മാറും, i³ ആകുമ്പം i³ എന്ന് പറയുമ്പോൾ -i ആയിട്ട് മാറും. പിന്നെ i⁴ എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും. i⁵ എന്ന് പറയുമ്പോൾ i വരും. അങ്ങനെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു 1i -1 -i ആ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. i⁻⁴ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. i⁻⁴ മൾട്ടിപ്പിൾസ് ഓഫ് 4 + 1 അങ്ങനെ രീതിക്ക് വരുവാണെങ്കിൽ എന്ത് വരും, i എന്ന് വരും. ഇനി i⁻⁴ മൾട്ടിപ്പിൾസ് ഓഫ് 4 + 2 എന്ന് പറയുവാണെങ്കിൽ -1 വരും. ഇനി i⁻⁴ മൾട്ടിപ്പിൾസ് ഓഫ് 4 + 3 എന്ന രീതിക്കാണ് വരുന്നതെങ്കിൽ -i വരും. അപ്പോൾ 1i -1 -i ഈ 4 എണ്ണമായിട്ട് നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്ത് വെക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പോസിറ്റീവ് ഇൻ്റഗ്രൽസ് ഓഫ് പവർ ഐയിൽ പറയുന്നത്. i² എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 ആയിരിക്കും. i³ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -i ആയിരിക്കും. i⁴ എന്ന് പറയുമ്പോൾ നമുക്ക് 1 കിട്ടും. പിന്നെ i⁵ എന്ന് പറയുമ്പോൾ i ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഫോർ എനി റിയൽ നമ്പേഴ്സ് a ആൻഡ് b √a × √b എന്ന് പറയുന്നത് √ab ആണ്. അത് ട്രൂ ആവുന്നത് ഏത് കേസിലാണ്, അറ്റ്ലീസ്റ്റ് a അല്ലെങ്കിൽ b എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. പിന്നെ നമ്മൾ അത് വെച്ച് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കി. അതിൻ്റെ കൂടെ നമ്മൾ നോക്കിയ ഒരു കാര്യം √−a എന്ന് പറയുന്നതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ √−a എന്ന് പറയുന്നതും √−4 എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അല്ലേ. എന്ത് ചെയ്യുക, √−a × 1 എന്ന് കൊടുത്താൽ മതി. അല്ല സോറി, -a ചെയ്യാൻ പറ്റില്ല. അപ്പോൾ √a × -1 എന്ന് കൊടുക്കുക. ഇപ്പോൾ √a നമുക്കറിയില്ല, അപ്പോൾ √a എന്ന് തന്നെ വെക്കുക. പിന്നെ √−1 നമുക്കറിയാം, അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, i എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, √−a = √ai എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ √−b എന്ന് തന്നു വിചാരിക്കുക. അപ്പോൾ √−b എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നോർമലി ചെയ്ത പോലെ തന്നെ നമ്മുടെ √b × √−1 കൊടുക്കുക. അപ്പോൾ √b അങ്ങനെ തന്നെ വെച്ചു. √−1 ആരായിട്ട് മാറും, i ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് √ai എന്നതും കിട്ടും, അതുപോലെ √bi എന്നുള്ളതും കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് √−a × √−b. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ പറഞ്ഞ് കിട്ടിയ ആൻസേഴ്സ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ വരും, നമ്മൾ ആദ്യം √−a പറഞ്ഞായിരുന്നു. √−a എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോർ എനി 2 റിയൽ നമ്പേഴ്സ് a ആൻഡ് b √a × √b എന്ന് പറയുന്നത് √ab ആണ്. നിങ്ങൾക്കറിയാം അത് ഏത് കണ്ടീഷനിലാണ്,
ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു റൂട്ട് ഓഫ് മൈനസ് എ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് ബി വരുന്ന കേസ്. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് എ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് ബി വരുവാണെങ്കിൽ റൂട്ട് ഓഫ് നമ്മൾ എന്താ ചെയ്യുക, എ ഇൻറ്റു -1 എന്ന് കൊടുക്കും. അപ്പോൾ റൂട്ട് ഓഫ് എ ഇൻറ്റു -1 എന്ന് പറയാൻ നേരത്ത് അവിടെ എന്ത് കൊടുത്താൽ മതി, റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് -1 എന്താ കൊടുക്കുക, ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ റൂട്ട് ഓഫ് എ ഐ എന്ന് വന്നു. അതേപോലെ റൂട്ട് ഓഫ് ഇപ്പോൾ -b ചെയ്യാൻ പറഞ്ഞു എഴുതുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ഓഫ് ബി ഇൻറ്റു റൂട്ട് ഓഫ് -1 എന്ന് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് ബി നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. റൂട്ട് ഓഫ് -1 എന്തായിട്ട് മാറും, ഐ ആയിട്ട് മാറും. അപ്പോൾ റൂട്ട് ബി ഐ എന്ന് വരും. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് എ എന്ന് പറയുന്നതും റൂട്ട് ഓഫ് മൈനസ് ബി എന്ന് പറയുന്നതും എങ്ങനെ വന്നു നമ്മൾ നോക്കി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് കേട്ടാൽ റൂട്ട് ഓഫ് മൈനസ് എ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് ബി എന്ന്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് റൂട്ട് ഓഫ് മൈനസ് എ കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് മൈനസ് ബി കാണാം, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ റൂട്ട് ഓഫ് മൈനസ് എ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എ ഇൻറ്റു -1 നമ്മൾ കൊടുത്തു, അതായത് റൂട്ട് ഓഫ് എ ഐ എന്ന് വന്നു. ഇനി റൂട്ട് ഓഫ് മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് ബി ഇൻറ്റു -1 എന്ന് വന്നു, അതായത് റൂട്ട് ഓഫ് ബി ഐ എന്ന് വന്നു. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും, റൂട്ട് ഓഫ് എ ഐ ഇൻറ്റു റൂട്ട് ഓഫ് ബി ഐ എന്നാണ് വരിക. അപ്പോൾ റൂട്ട് ഓഫ് എ ബി എന്നാകും, പിന്നെ ഐ ഇൻറ്റു ഐ എന്തായി മാറും, I². അപ്പോൾ റൂട്ട് ഓഫ് എ ബി ഇൻറ്റു I² മാറും. ഓക്കെ, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. അതിന് ശേഷം നമ്മൾ വന്നത് കോൺജുഗേറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കാണ്. വാട്ട് ഈസ് മീൻ ബൈ കോൺജുഗേറ്റ്? കോൺജുഗേറ്റ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് A + BI എന്നാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എ മാത്രം വരുന്ന ഭാഗത്തെ നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയും. ഇനി ഐ വരുന്ന കോംപ്ലിമെൻ്ററീൻ്റെ ഐ വരുന്ന പാർട്ട് നമ്മൾ എന്ത് പറയും, ഇമാജിനറി പാർട്ട് എന്ന് പറയും. അപ്പോൾ A + BI എന്നാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താവും, ഈ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കുക. ഇപ്പോൾ A + BI ആയിരുന്നെങ്കിൽ അത് മാറിയിട്ട് എന്താവും, A - BI എന്നാവും. അപ്പോൾ ദ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ചേഞ്ചിങ് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട്. നമ്മൾ പറഞ്ഞു, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തരുമ്പം അതിൻ്റെ ഉള്ളിൽ 2 പാർട്സ് ഉണ്ടായിരിക്കും. ഒന്ന് അതിൻ്റെ റിയൽ പാർട്ടാണ്, മറ്റേത് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. റിയൽ പാർട്ട് എന്ന് പറയുവാണെങ്കിൽ ഐ വരാത്ത ഭാഗം. ഓക്കെ, അതായത് ഇപ്പോൾ A + BI എന്ന് പറയുമ്പം എ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇമാജിനറി പാർട്ട് എന്ന് പറയുവാണെങ്കിൽ ഐ വരുന്ന ഭാഗം, അതായത് BI എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന A + BIയോ എന്തെങ്കിലും ഏതൊരു കോംപ്ലക്സ് നമ്പർ ആകട്ടെ, അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, കോൺജുഗേറ്റ് എന്ന് പറയാം. അത് വെച്ച് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് Z = 1 - I എന്ന് തന്നു എന്ന് വിചാരിക്കാം. 1 - I ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരാം, 1-ന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പിന്നെ -I എന്നാണ്, അതെന്തായി മാറും, +I എന്നായി മാറും. അപ്പോൾ Z കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 + I എന്നായി. ഓക്കെ, ഇതിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, ഈ Z = -2 + 10I എന്ന് തന്നു എന്ന് വിചാരിക്കാം. -2 + 10I. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എന്താ വരാം, -2 ഇമാജിനറി പാർട്ടാണോ, അല്ല റിയൽ ആണ്, അപ്പോൾ അതിന് ചേഞ്ച് ഇല്ല. പിന്നെ ഇമാജിനറി പാർട്ട് ആരാണ് അവിടുത്തെ, +10I ആണ് അല്ലേ. അപ്പോൾ +10I ആരായിട്ട് മാറും, -10I. അപ്പോൾ -2 - 10I എന്നായിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ് വരിക. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ കോൺജുഗേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കോൺജുഗേറ്റ് പറഞ്ഞായിരുന്നു. നമ്മൾ മറ്റ് കോംപ്ലിമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എടുത്ത് എന്ത് കിട്ടും, A തന്നെ കിട്ടും. അതേപോലെ തന്നെയാണ് കോൺജുഗേറ്റിൻ്റെ കേസിലും A കോൺജുഗേറ്റ് ഓൾ കോൺജുഗേറ്റ്. ഒരു പ്രാവശ്യം നമ്മൾ കോൺജുഗേറ്റ് എടുത്തു, അതിൻ്റെ കൂടെ ഒന്നും കൂടെ കോൺജുഗേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ വരാം, A തന്നെയായിരിക്കും വരാം. പിന്നെ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയുന്നത്, Z കോൺജുഗേറ്റ് എന്ന് പറയുവാണെങ്കിൽ =-Z തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇപ്പം Z = Z കോൺജുഗേറ്റ് എന്ന് പറയാം. ഏത് കേസിലാണ്, ഇപ്പം നമുക്ക് Z = 5 തന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ Z കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും, 5 തന്നെയായിരിക്കും. കാരണം അവിടെ എന്ത് ഭാഗമില്ല, ഇമാജിനറി പാർട്ടില്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം നമ്മൾ വന്ന നെക്സ്റ്റ് സെക്ഷൻ ഇതിനെ എങ്ങനെ ജിയോമെട്രിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാമെന്നാണ്. നമ്മുടെ ഗ്രാഫിൽ നമ്മളൊരു പോയിന്റ് അസ്യൂം ചെയ്യും, ആ പോയിന്റ് ബേസിസിൽ. പിന്നെ നമ്മൾ വന്ന സെക്ഷൻ മൊഡ്യൂൾ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഇപ്പം നമുക്ക് ഒരു പോയിന്റ് തന്നു കരുതാം P. അപ്പം മോഡ്യൂൾസ് നമ്മൾ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ടു ഒറിജിൻ ആണ്. അപ്പോൾ OP എന്ന് പറയുന്ന ഇതാണെങ്കിൽ, ഇപ്പം മോഡ്യൂൾസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ
ഒ പി ആണ് കാണാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ റൂട്ട് ഓഫ് ഒ എം സ്ക്വയർ പ്ലസ് എം പി സ്ക്വയർ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ അതിനെ സോൾവ് ചെയ്യും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മൊഡ്യൂൾസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾസ് അല്ല, മോഡ്ലെസ് നമ്മൾ നോക്കുമ്പോൾ മോഡ് സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് സെഡ് ബാർ ഈസ് ഈക്വൽ ടു മോഡ് സെഡ് ഈസ് ഈക്വൽ ടു മോഡ് മൈനസ് സെഡ് എന്ന് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പ്രൂഫാണ് എന്ത്, മോഡ് സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു മോഡ് സെഡ് ബാർ. ഓക്കെ, അത്രയാണ് നമ്മൾ ഏതിൽ പറഞ്ഞത്, നമ്മുടെ മോഡുലസ് വാല്യൂസിൻ്റെ ഉള്ളിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വന്നാണ് ഇക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എ പ്ലസ് ബി ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, പിന്നെ സി പ്ലസ് ഡി ഐ എന്നുകൊണ്ടത് വിചാരിക്കാം. അപ്പോൾ എ പ്ലസ് ബി ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ് ഏത്, എ എന്ന് പറയുന്നത്. അതുപോലെ സി പ്ലസ് ഡി ഐ എന്ന് പറയുന്നതിൻ്റെ റിയൽ പാർട്ടാണ് ഏത്, സി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബി ഐ അല്ലെങ്കിൽ ഡി ഐ എന്ന് പറയുന്നത് എന്താണ്, തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സിനുള്ളിൽ ഐ വരുവാണെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ എന്ത് പറയും, ഇമാജിനറി പാർട്ട് എന്ന് പറയും. അപ്പോൾ നമുക്കിപ്പോൾ എ പ്ലസ് ബി ഐ അതുപോലെ തന്നെ സി പ്ലസ് ഡി ഐ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും തന്നിരിക്കുന്നതിൻ്റെ റിയൽ പാർട്ടാണ്. അതുപോലെ ബി ഐ ഡി ഐ അതൊക്കെ എന്താണ്, ഇമാജിനറി പാർട്ടാണ്. നമുക്കിവിടെ പറയേണ്ടത് ഇക്വാലിറ്റി ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഇക്വാലിറ്റി കണ്ടീഷൻ പറയുന്ന കേസ്. അപ്പോൾ ഇക്വാലിറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെ വരാം, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, ഒന്ന് എ പ്ലസ് ബി ഐ ഈക്വൽ ടു സി പ്ലസ് ഡി ഐ. അപ്പോൾ ഇക്വാലിറ്റി പറയുന്നത് നമ്മൾ എന്താ ചെയ്യുക, എ ഈക്വൽ ടു സിയും അതുപോലെ തന്നെ ബി ഐ ഈക്വൽ ടു ഡി ഐ, അതായത് ബി ഈക്വൽ ടു ഡിയും ആയിരിക്കണം. അങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മളോട് 5x ഈക്വൽ ടു 10 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എക്സ് കാണാൻ എന്താ ചെയ്യുക, 5ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 10/5 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ കേസുകളുടെ ഉള്ളിൽ നമ്മൾ ബാക്കി പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ എ പ്ലസ് ബി ഐ അല്ലെങ്കിൽ സി പ്ലസ് ഡി ഐ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്സും തമ്മിൽ എന്താവണം, ഈക്വൽ ആകണം. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞതായിരുന്നു അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ നോക്കി. ഇപ്പം നമ്മൾ പറഞ്ഞു Z1 ഈക്വൽ ടു എ പ്ലസ് ബി ഐ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി Z2 ഈക്വൽ ടു സി പ്ലസ് ഡി ഐ എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് Z1 പ്ലസ് Z2 ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പേഴ്സിന് എന്തുണ്ടാവും, രണ്ട് പാർട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ഇമാജിനറി പാർട്ടും രണ്ടാമത് എന്ന് പറയുന്ന അതിൻ്റെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് മറ്റേ റിയൽ പാർട്ടുമാണ്. അപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഇമാജിനറി പാർട്സിനെ തമ്മിൽ ആഡ് ചെയ്യും, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ പാർട്സിനെയും ആയിരിക്കും തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. എ പ്ലസ് ബി ഐ അത് Z1, Z2 എന്ന് പറയുന്നത് സി പ്ലസ് ഡി ഐ. അപ്പോൾ Z1 പ്ലസ് Z2 ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഫസ്റ്റത്തെ കോംപ്ലക്സ് നമ്പർ ഉണ്ട് Z1, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ഉണ്ട് Z2. ഇതിൻ്റെ റിയൽ പാർട്ടുകളെ തമ്മിൽ ആഡ് ചെയ്യാം, അതേപോലെ ഇമാജിനറി പാർട്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ റിയൽ പാർട്ട് Z1 പ്ലസ് Z2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എ പ്ലസ് സി എന്ന് പറയുന്നതായിരിക്കും എന്ത് ഫസ്റ്റത്തത്. അതിൻ്റെ ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ ബി പ്ലസ് ഡി ഐ എന്ന് വരും. അപ്പോൾ Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് പിന്നെ എന്ത് വരും, ബി പ്ലസ് ഡി ഐ എന്ന് വരും. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലംസ് വെച്ച് സോൾവ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് സബ്സ്ട്രാക്ഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന കേസാണെങ്കിലും ഈ രണ്ട് കേസിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പം എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ റിയൽ പാർട്ടുകൾ ഒന്നിച്ച് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇമാജിനറി പാർട്സിനെ എന്ത് ചെയ്യുക, ഒന്നിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടോ മൂന്നോ എത്ര കോംപ്ലക്സ് നമ്പേഴ്സ് തരുവാണെങ്കിലും തന്നിരിക്കുന്നതിൻ്റെ റിയൽ പാർട്സിനെ ആയിരിക്കും നമ്മൾ ഒന്നിച്ചെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ വരുന്ന ഭാഗം, ഐ വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എ പ്ലസ് ബി ഐ അതുപോലെ തന്നെ സി പ്ലസ് ഡി ഐ എന്നാണെങ്കിൽ ഐ വരാത്ത ഭാഗങ്ങൾ ഏതാ, എയും സിയും, അതിനെ നമ്മൾ ആദ്യം ആഡ് ചെയ്തു. ഓക്കെ,
നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമാജിനറി പാർട്ടിനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമാജിനറി പാർട്ടിനെ ആഡ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബി ഐ എന്നും ഡി ഐ എന്നും ഉണ്ടാകും. അപ്പോൾ ബി പ്ലസ് ഡി ഓൾ ഐ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷനാണ് പ്രോപ്പർട്ടീസ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ്റെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് വിൽ ഓൾവേസ് ബി എ കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ ഏതൊക്കെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും, പിന്നെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കുന്നതാണ് ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി അഡീഷനെ കോംപ്ലക്സ് നമ്പേഴ്സ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വരുന്ന ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത് നമ്മൾ ഏതെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ Z1 ഈക്വൽ ടു A1 പ്ലസ് ബി ഐ എന്ന് കൊടുത്തു, Z2 ഈക്വൽ ടു A2 പ്ലസ് B2 ഐ എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? നമ്മൾ ആദ്യം Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ Z2 എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഈ A1, A2, B1, B2 എന്ന് പറയുന്നതൊക്കെ എവിടെ നിന്നാണ്, നമ്മൾ എടുക്കുന്ന ആറിൽ നിന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Z1 പ്ലസ് Z2 നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കേട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ റിയൽ പാർട്സിനെയൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇമാജിനറി പാർട്സിനെയും ഒന്നിച്ചായിരിക്കും ആഡ് ചെയ്യും. അപ്പോൾ റിയൽ പാർട്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, A1 പ്ലസ് A2, അതിനോട് പ്ലസ് നമുക്ക് എന്താണ് ഇമാജിനറി പാർട്ടിനെ ആഡ് ചെയ്യണം. ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം, B1 പ്ലസ് B2 ബ്രാക്കറ്റിലാക്കുക, എന്നിട്ട് ഐ എന്ന് കൊടുക്കുക, വിച്ച് ഇസ് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ദിസ് പ്രൂവ്സ് ദാറ്റ് ദ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് കോംപ്ലക്സ് നമ്പർ. നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ എപ്പോൾ തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്ന എന്തായിരിക്കും, ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദ്യം ഒരു കോംപ്ലക്സ് നമ്പർ പറഞ്ഞു Z1 എന്ന് പറയുന്നത്, അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കോംപ്ലക്സ് നമ്പർ പറഞ്ഞു Z2 എന്ന് പറയുന്നത്. ഇപ്പോൾ Z1ൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, Z1 ഈക്വൽ ടു A1 പ്ലസ് B1 ഐ ആണ്. അതുപോലെ Z2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, A2 പ്ലസ് B2 ഐ. നമുക്ക് വേണ്ടതാണ് Z1 പ്ലസ് Z2. അപ്പോൾ നമ്മൾ Z1 പ്ലസ് Z2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക A1 പ്ലസ് A2 പ്ലസ് A1 പ്ലസ് A2 ബ്രാക്കറ്റിലാക്കി വെക്കുക, പ്ലസ് B1 പ്ലസ് B2 ബ്രാക്കറ്റിലാക്കി നമ്മൾ എന്ത് കൊടുക്കും, ഐ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടി. നമ്മൾ എപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലും നമുക്ക് ആൻസർ ആയിട്ട് എന്ത് തന്നെ കിട്ടുള്ളൂ, ഒരു കോംപ്ലക്സ് നമ്പർ തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന അഡീഷൻ്റെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുവാണെങ്കിൽ ഇഫ് Z1 ആൻഡ് Z2 ആർ ടു കോംപ്ലക്സ് നമ്പേഴ്സ്, നമുക്ക് തന്നേക്കുന്ന Z1 അല്ലെങ്കിൽ Z2 എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1 പ്ലസ് Z2 ഈക്വൽ ടു Z2 പ്ലസ് Z1. അതായത് Z1 പ്ലസ് Z2 എന്ന് പറയുന്നതും Z2 പ്ലസ് Z1 എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്പർ വെച്ച് പറയുമ്പം 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, 3 ആണ്. 1 പ്ലസ് 2 3 കിട്ടി. അതേപോലെ തന്നെ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ തന്നെ കിട്ടുള്ളൂ, 3 കിട്ടുള്ളൂ. നമ്മൾ ആദ്യം 1 പ്ലസ് 2 എന്ന് എഴുതി, അതിന് ഈക്വൽ ആണ് എന്ത്, 2 പ്ലസ് 1 എന്ന് പറഞ്ഞാലും അതേ പ്രോപ്പർട്ടി തന്നെ ആഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലും അപ്ലിക്കബിൾ ആണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ Z1 എന്നും Z2 എന്നും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനാണ് എടുക്കുന്നത്. അപ്പോൾ Z1 എന്ന് പറയുന്നത് എന്താണ്, A1 പ്ലസ് B1 ഐ എന്നെടുത്തു. Z2 എന്ന് പറയുന്നത് A2 പ്ലസ് B2 ഐ എന്നെടുത്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, Z1 പ്ലസ് Z2 ആണ്. Z1 പ്ലസ് Z2 ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, A1 പ്ലസ് A2 ബ്രാക്കറ്റിലാക്കി പ്ലസ് B1 പ്ലസ് B2 ബ്രാക്കറ്റിലാക്കി ഐ കൊടുത്തു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് Z2 പ്ലസ് Z1 ആണ് നമ്മളോട് പറഞ്ഞതെന്ന് വിചാരിക്കാം, Z2 പ്ലസ് Z1. അപ്പോൾ Z2 എന്ന് പറയുമ്പോൾ ആരാ വരാം, A2 പ്ലസ് B2 ഐ, പിന്നെ ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ A1 പ്ലസ് B1 ഐൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, A2 പ്ലസ് A1 ബ്രാക്കറ്റിൽ പ്ലസ് B2 പ്ലസ് B1 ഐ. നമുക്ക് B1 എന്നുള്ള സ്ഥലത്ത് ആദ്യം ഏത് നമ്പർ വരുന്നേ ഉള്ളൂ, B2 വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്നത് Z1 ആൻഡ് Z2 ആർ ടു കോംപ്ലക്സ് നമ്പേഴ്സ്, ദെൻ Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z1. Z1 എന്ന് പറയുന്നത് A1 പ്ലസ് B1 ഐ ആണ്.
Z2 എന്ന് പറയുന്നത് A2 പ്ലസ് B2 I ആണ്. അങ്ങനെയാണെങ്കിൽ Z1 പ്ലസ് Z2 ഈക്വൽ ടു A1 പ്ലസ് B1I പ്ലസ് A2 പ്ലസ് B2I. അപ്പം നമ്മളൊന്ന് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? A1 പ്ലസ് A2 പ്ലസ് B1 പ്ലസ് B2I. അതാണ് നമുക്ക് Z1 പ്ലസ് Z2 ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ആൻസറിൻ്റെ ഉള്ളിൽ നമ്മൾ A1ൻ്റെയും A2ൻ്റെയും അതുപോലെ തന്നെ B1ൻ്റെയും B2ൻ്റെയും പൊസിഷൻ ഒന്ന് മാറ്റിക്കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? A2 പ്ലസ് A1 പ്ലസ് B2 പ്ലസ് B1 ഇൻറ്റു I എന്ന് വന്നു. ഓക്കെ, അതന്നെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? 2 വരുന്നവരൊക്കെ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ A2 പ്ലസ് B2I പ്ലസ് എന്ത് വരും? A1 പ്ലസ് B1I. അതെന്തായി? A2 പ്ലസ് B2I എന്ന് പറഞ്ഞാൽ നമ്മുടെ Z2 പ്ലസ് പിന്നെ എന്ത് വരുന്നു? A1 പ്ലസ് B1I എന്ന് പറയുമ്പോൾ നമ്മുടെ Z1ലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ Z1 പ്ലസ് Z2 ഈസ് ഈക്വൽ ടു Z2 പ്ലസ് Z1. Z1 പ്ലസ് Z2 ഈക്വൽ ആണ് എന്തിന്? Z2 പ്ലസ് Z1. ഹെൻസ് ദ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലായി. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറയും സാധാരണ 4 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 9 ആണെന്ന്. അതേപോലെ തന്നെ നമ്മൾ പറയും 5 പ്ലസ് 4 എന്ന് പറഞ്ഞാലും 9 തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ 5 പ്ലസ് 10 ചെയ്താൽ നമുക്ക് 15 കിട്ടും. ഇനി 10 പ്ലസ് 5 ചെയ്താൽ എന്താ കിട്ടുള്ളൂ? 15 തന്നെ. അതേപോലെ നമ്മളിവിടെ ആദ്യം Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞു. അതിന് പകരം നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞു എന്ത്? Z2 പ്ലസ് Z1. അത്രേ എന്തിൽ വരുന്നുള്ളൂ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും 2 കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 നമ്പേഴ്സിനെ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു, അതിനുശേഷം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ പറയുന്നത് നമ്മൾ ഏത് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലും നമുക്ക് തിരിച്ച് ഉത്തരമായിട്ട് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞത് എങ്ങനെയാണ്? Z1 പ്ലസ് Z2 എന്ന് പറയുന്നതും Z2 പ്ലസ് Z1 എന്ന് പറഞ്ഞാലും ആൻസർ എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ പറയാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഈ Z1 ഈക്വൽ ടു A1 പ്ലസ് B1I, Z2 ഈസ് ഈക്വൽ ടു A2 പ്ലസ് B2I ആൻഡ് Z3 ഈക്വൽ ടു A3 പ്ലസ് B3I. നമ്മൾ 3 കോംപ്ലക്സ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുകയാണ്. ഏതൊക്കെയാണ്? Z1, Z2, Z3. ഓക്കെ, 3 കോംപ്ലക്സ് നമ്പേഴ്സിനെ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർ തമ്മിൽ ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ 2 കോംപ്ലക്സ് നമ്പേഴ്സിനെ പറഞ്ഞു, Z1ഉം Z2. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മൾ Z1, Z2, Z3 3 കോംപ്ലക്സ് നമ്പേഴ്സിനെ വെച്ചിട്ട് അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പം എന്താണ് പെക്യുലാരിറ്റി വരുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ Z1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു? A1 പ്ലസ് B1I എടുത്തു. Z2 എന്ന് പറയുവാണെങ്കിൽ നമ്മൾ A2 പ്ലസ് B2I എടുത്തു. Z3 എന്ന് പറയുകയാണെങ്കിലോ A3 പ്ലസ് B3I എടുത്തു. ഇനി നമുക്കിൻ്റെ എന്താ പ്രോപ്പർട്ടി ചെയ്യേണ്ടത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ നമ്മൾ Z1 പ്ലസ് Z2 പ്ലസ് Z3 ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്ന് ഒന്നിച്ചെടുത്തു. അതായത് Z2ഉം Z3യും കൂടെ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ ഇല്ലേ, അതിനെയാണ് നമ്മൾ Z1. അതാണ് ബ്രാക്കറ്റിൽ ഒന്നിച്ചു കൊടുത്തത്. ബ്രാക്കറ്റിൽ ഒന്നിച്ചു കൊടുത്തവരെയായിരിക്കും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പം Z1 പ്ലസ് Z2 അവർ നമ്മൾ ഒന്നിച്ചെടുത്തിട്ട് കിട്ടുന്ന ആൻസറിനെ Z3ൻ്റെ കൂടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അതിനാണ് ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തവരെയായിരിക്കും നമ്മൾ തമ്മിൽ ആദ്യം സോൾവ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനായിരിക്കും പിന്നെ നിൽക്കുന്ന ആളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നതോ സബ്സ്ട്രാക്ട് ചെയ്യുന്നതോ എന്താണെങ്കിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നത് Z1 പ്ലസ് എന്താ ചെയ്യുന്നത്? Z2 പ്ലസ് Z3 എന്നാണ്. അപ്പോൾ നമ്മൾ Z1 അവിടെ വച്ചു. എന്നിട്ട് Z2 പ്ലസ് Z3 ഈസ് ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്നാക്കി. ഓക്കെ, നമ്മൾ ചെയ്യാൻ നേരത്തെ നമുക്കറിയാം നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്പേഴ്സ് കൊടുക്കുവാണ്. അപ്പോൾ Z1 എന്ന് പറയുന്നിടത്ത് നമ്മൾ A1 പ്ലസ് B1I എന്ന് കൊടുത്തു പ്ലസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. കണ്ടോ, ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് വരുന്നതിൻ്റെ പേരാണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇങ്ങനെ വരും. ഓക്കെ, ഒരു സെമി സ്ക്വയറിൻ്റെ രീതിക്ക്. ഓക്കെ, അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുത്തു? A2 പ്ലസ് B2I പ്ലസ് A3 പ്ലസ് B3I എന്ന് കൊടുത്തു. അങ്ങനത്തെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ മാത്രമാണ് നമ്മൾ ആരുടെ കൂടെ ആഡ് ചെയ്യുന്നത്? Z1, അതായത് A1 പ്ലസ് B1I കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരെ തമ്മിൽ ആഡ് ചെയ്തു. അതായത് A1 പ്ലസ് B1I അവിടെ തന്നെ വെച്ചു. എന്നിട്ട് മറ്റേ Z2നെയും Z3നെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A2 പ്ലസ് A3 പ്ലസ് B2 പ്ലസ് B3I എന്ന് കിട്ടി. ഓക്കെ, അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇതിനെ നേരത്തെയുള്ള നമ്മുടെ Z1, അതായത് A1 പ്ലസ് B1I ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം.
അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പം A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് ഇനി ഇമാജിനറി പാർട്ടാണ് B1 പ്ലസ് B2 പ്ലസ് B3 അതിന് കൊടുത്തു. ഇത്രയും ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നമുക്ക് മറ്റേ സ്ഥലത്തേക്ക് പോകണം. നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ Z1 പുറത്ത് നിർത്തി. ഇനി നമുക്ക് Z3 പുറത്ത് നിർത്തിയിട്ട് വേണം ഇതിനെ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, A1 പ്ലസ് A2 നമ്മൾ ഒന്നിച്ചാക്കി പ്ലസ് B1 പ്ലസ് B2 അതിന് കൊടുത്തു പ്ലസ് A3 പ്ലസ് B3 ആക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ A1 പ്ലസ് B1 ആയി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെഴുതി പ്ലസ് A2 പ്ലസ് B2 ആക്കി പ്ലസ് A3 പ്ലസ് B3 ആക്കി. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം A1 പ്ലസ് B1 ആയി പ്ലസ് A2 പ്ലസ് B2 ആയി. അത്രയും ഒരു ബ്രാക്കറ്റിലാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് പറയും, Z1 പ്ലസ് Z2 ഒരു ബ്രാക്കറ്റ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് പുറത്തേക്കുന്ന Z3യിലേക്ക് വന്നു. അപ്പോൾ എന്ത് മനസ്സിലായി, Z1 പ്ലസ് Z2 പ്ലസ് Z3. അതിനുള്ളിൽ Z1 പുറത്താണ്, Z2 Z3 ഒരു ബ്രാക്കറ്റിനുള്ളാണെങ്കിൽ അത് ഈക്വൽ ആണ് എന്തിന്, ബ്രാക്കറ്റ് ഓഫ് Z1 പ്ലസ് Z2 ബ്രാക്കറ്റിന് പുറത്താര് വരും, Z3 എന്ന് വരുന്ന കേസ്. ഓക്കെ, ഇതിനാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ നമ്പേഴ്സ് വെച്ച് പറയാം. അതായത് ഇപ്പം 1 പ്ലസ് 2 പ്ലസ് 3 എന്താ കിട്ടുക, 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 3, 3 പ്ലസ് 3 എന്താണ് നമുക്ക് വരിക, 6 ആണ് ആൻസർ വരിക അല്ലേ. ഇതിപ്പോൾ അതിന് നമുക്ക് വേറെ രീതിക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ആഡ് ചെയ്തപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 എന്നാണ്. അപ്പോൾ 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്തു, 3 കിട്ടി. കിട്ടിയ ആൻസറിൻ്റെ കൂടെയാണ് ഞാൻ ലാസ്റ്റിലെ 3നെ ആഡ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ ഈ 1നെ ഇവിടെ വെറുതെ വെച്ചു. 1 പ്ലസ് 2 പ്ലസ് 3 എന്നുള്ളതിൻ്റെ ഉള്ളിൽ 1നെ വെറുതെ വെച്ചു. 2ഉം 3യും കൂടെ ആഡ് ചെയ്തു. 2 പ്ലസ് 3 എന്താ, എനിക്ക് 5 കിട്ടിയ ശേഷം ഈ 1നെ ഞാൻ ആഡ് ചെയ്താലും എനിക്ക് ആൻസർ എന്താ കിട്ടുള്ളൂ, 6 തന്നെ. അപ്പോൾ അഡീഷൻ്റെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിനെങ്ങനെ തമ്മിൽ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുള്ളൂ, സെയിം ആൻസറിലേക്ക് തന്നെ വരുള്ളൂ. നേരത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു 1 പ്ലസ് 2 എന്ന് പറഞ്ഞാലും 3 ആണ്, അതുപോലെ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാലും 3 ആണ്. അതേപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം നമുക്ക് 3 നമ്പേഴ്സ് വരുന്നു എന്ന് മാത്രമേ ഇവിടെ ഡിഫറൻസ് ഉള്ളൂ. 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തിനു ഡിഫൈൻ ചെയ്യുന്നത്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടീനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം, എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, if z equal to a plus bi is a complex number, then a plus bi plus 0 plus 0i equal to a plus bi. അതായത് അവിടെ 0 plus 0i എന്ന് പറയുന്നത് നമ്മൾ ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന കോംപ്ലക്സ് നമ്പർ ഇല്ലേ അത് തന്നെ കിട്ടും. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നത് a പ്ലസ് ബി ഐ എന്നായിരുന്നു അല്ലേ. അപ്പോൾ a എന്ന് പറയുന്നതിൻ്റെ റിയൽ പാർട്ടും ബി ഐ എന്ന് പറയുന്നതിൻ്റെ ഇമാജിനറി പാർട്ടും ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ 0 പ്ലസ് 0i എന്നുള്ളത് ആഡ് ചെയ്തു. അതായത് a പ്ലസ് ബി ഐ എന്നുള്ള എൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഞാൻ 0 പ്ലസ് 0i എന്ന് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് നമ്മളിവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ റിയൽ പാർട്ടുകൾ ഞാൻ ആദ്യം ആഡ് ചെയ്തു, a പ്ലസ് 0 ആഡ് ചെയ്തു. അതിനുശേഷം ഇമാജിനറി പാർട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് ബി ഐ പ്ലസ് 0i എന്ന് വരാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, a പ്ലസ് 0 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, a തന്നെ കിട്ടി. ഇനി b പ്ലസ് 0 ആഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, b തന്നെ കിട്ടി. അപ്പം എനിക്ക് എന്ത് തന്നെ കിട്ടി, a പ്ലസ് ബി ഐ തന്നെ വന്നു. ഓക്കെ, അതായത് a പ്ലസ് ബി ഐ എന്ന് പറയുന്ന നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും a പ്ലസ് ബി ഐ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന്. ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ 0 പ്ലസ് 0i എന്നുള്ളത്, അതായത് നമ്മൾക്ക് തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ നമ്മൾ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് a പ്ലസ് ബി ഐ എന്നായിരുന്നു. അപ്പോൾ a പ്ലസ് ബി ഐൻ്റെ കൂടെ ഞാൻ 0 പ്ലസ് 0i എന്നത് ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് തന്നെ വന്നു, a പ്ലസ് ബി ഐ. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ തന്നിരിക്കുന്ന നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. 2വിൻ്റെ ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, 2 എന്ന് പറഞ്ഞ നമ്പർ എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എനിക്ക് ആൻസർ ആയിട്ടും 2 വേണം. അപ്പോൾ 2ൻ്റെ കൂടെ ഞാൻ എന്തിനെ ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്തെങ്കിൽ പിന്നെ 2 കിട്ടുമോ, ഇല്ല. എന്ത് ആഡ് ചെയ്താൽ മതി, 0. അപ്പോൾ ഈ 0ക്ക് പറയുന്നതാണ് നമ്മളിവിടെ എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി. ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏതോ ഒരു നമ്പർ, ആ നമ്പർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന 5ാമത്തെ പ്രോപ്പർട്ടിയാണ് എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ആഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞത് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും വരിക, നെഗറ്റീവ് വരുന്നത്.
അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഫോർ എനി കോംപ്ലക്സ് നമ്പർ a പ്ലസ് ബി ഐ there exists a unique complex number minus a minus bi such that a plus bi plus minus a minus bi equal to 0 plus 0 ആയി. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഏത് കേസിലാണ് നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഇൻവേഴ്സ് വരണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു തന്നേക്കുന്ന കോംപ്ലക്സ് നമ്പറാണ് എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത്. എ പ്ലസ് ബി ഐൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ളത് എന്താ? അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. റിയൽ പാർട്ടിലും 0 ആയിരിക്കണം, തന്നേക്കുന്നതിൻ്റെ ഇമാജിനറി പാർട്ടും 0 ആയിരിക്കണം. ഇപ്പോൾ ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 2വിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് എനിക്ക് 0 വരാം? 2വിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യണം? -2 അല്ലേ? 2 -2 ആഡ് ചെയ്താൽ എനിക്ക് എന്തായി? 0 ആയി. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് എന്ത്? എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഇൻവേഴ്സ്. ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ തന്നേക്കുന്ന നമ്പറിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിന് ഇൻവേഴ്സ് ആയിരിക്കും.